ഒരു പുതുമുഖ MLA-യിലേക്കാണ് ഇനി ന്യൂസ് ബസ് പോകുന്നത്. ഇദ്ദേഹം ഭരണപക്ഷത്ത് നിന്നല്ല, പ്രതിപക്ഷത്ത് നിന്നാണ്. മട്ടന്നൂരിന്റെ സ്വന്തം VK സനോജ് ആണ് ചേരുന്നത്. VK സനോജ്, നമസ്കാരം. ഈ പ്രതിപക്ഷത്ത് നിന്നുള്ള യുവജന MLA ആണ്. ഭാരിച്ച ഉത്തരവാദിത്തമാണോ? ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ MLA-മാരുടെ എണ്ണം കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് ഇടപെടലുകൾ നടത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നിലയിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് സംഭരിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. ഇപ്പൊ പ്രതിപക്ഷത്തെ എത്രത്തോളം അനുഭവ പരിചയമുള്ളവരുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും VK സനോജിലൊക്കെ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷകളുണ്ട് സഭയിൽ. അപ്പൊ എന്താണ് 5 വർഷത്തെ ഒരു പ്ലാൻ? 5 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സാധാരണ ഭരണപക്ഷത്തുണ്ടാവുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക, ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഇടപെടലുകൾ സഭക്കകത്ത് നടത്തുക, ഈ ഗവൺമെൻറ്റിനെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ട് ഇടപെടൽ നടത്തുക, തെറ്റായ കാര്യങ്ങൾക്കെതിരായി ശക്തമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ജനങ്ങളെ അതിന് പിന്നിൽ അണിനിരത്തുക, ഇങ്ങനെയെല്ലാമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ, ഭരണപക്ഷം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ഒരു പ്ലാനൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. മുൻകൂട്ടിയിട്ടൊരു പ്ലാൻ അങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി കഴിയില്ല. എങ്ങനെയാണ് ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ ജനദ്രോഹപരമായ നടപടികളാണ് അവരൊക്കെ സ്വീകരിക്കുന്നത്, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്ലാനുകളാണ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം നടപ്പാക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇപ്പൊ DYFI സംസ്ഥാന സെക്രട്ടറി ആണ്, അല്ലെങ്കിൽ CPIM സംസ്ഥാന സമിതി അംഗമൊക്കെ ആണെങ്കിലും നിയമസഭയിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതൊരു പുതു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്താണ്? ഒരു നിയമസഭ എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യം എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതെ അതെ, നിയമസഭ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള അറിവല്ലേ നമുക്കുള്ളൂ. അപ്പോൾ സഭക്കകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നത് സഭയുടെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ധാരാളം നമ്മളിപ്പം സഭാ നടപടികളൊക്കെ കാണാനുള്ള അവസരമുണ്ട്. അപ്പം അങ്ങനെല്ലാമുള്ള കാര്യങ്ങളൊക്കെ വിഷ്വൽ മീഡിയ വഴിക്ക് കണ്ടിട്ടുള്ള അനുഭവമാണ് സഭയെക്കുറിച്ചുള്ളത്. അപ്പോൾ സഭയുടെ അകത്തേക്ക് ഈ നിലയിലേക്ക് ഒരു MLA ആയിട്ട് പ്രവേശിക്കുക എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷ ഒരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനൊരു വലിയ അനുഭവം ഇന്നുണ്ടായി. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതൊരു പുതിയ അനുഭവം തന്നെയാണ്, ഒരു ഇല്ലാത്ത അനുഭവം തന്നെയാണത്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണുള്ളത്. മാത്രമല്ല, ഇപ്പോൾ സംഭവിച്ച ഒരു തോൽവി അത് നന്നായി വിലയിരുത്തുന്നുണ്ടാവും, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ തിരുത്തിക്കൊണ്ടുകൂടി ആയിരിക്കുമല്ലോ ഇനിയുള്ളൊരു മുന്നോട്ട് പോക്ക്. അപ്പോൾ അങ്ങനെ തിരുത്തണം എന്ന് തോന്നിയ ഒരു വിഷയം പറയാനുണ്ടാവുമോ VK സനോജിന്? അല്ല, അത് നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നണിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മനസ്സിലാക്കി കൂട്ടായ ചർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷമാണ് തിരുത്തൽ നടപടികളൊക്കെ ആരംഭിക്കുക. ഞാനിപ്പം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് തിരുത്തൽ എന്ന നിലയിലേക്ക് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഏതായാലും തിരുത്തേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. അതുകൊണ്ടായിരിക്കും ജനങ്ങളിൽ നിന്നുള്ള ഈ തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഇതുപോലെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിലെല്ലാം ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടും ജനങ്ങളെ കേട്ടും തിരുത്തിയും പുതിയ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുമൊക്കെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് ജനങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുക, ജനം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനനുസരിച്ചുള്ള തിരുത്തലുകൾ ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ നേരത്തെ ഭരണപക്ഷത്തു നിന്നുള്ള പല MLA-മാരും വന്നപ്പോൾ ഞാൻ ഈ യുവാക്കളുടെ കാര്യം ചോദിച്ചിരുന്നു, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഭരണപക്ഷത്തുള്ളവരെക്കാൾ കൂടുതൽ അവരുടെ വിഷയം ശക്തമായി ഉയർത്താൻ പറ്റുക പ്രതിപക്ഷത്തിരിക്കുന്നവർക്കായിരിക്കും അല്ലേ. അപ്പോൾ യുവാക്കളേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും അവരുടെ പല വിഷയങ്ങളും സഭയിൽ ഉയർത്തിക്കാട്ടാനുമൊക്കെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പ്ലാനുണ്ടോ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിപ്പോൾ എല്ലാവർക്കും PSC വഴിയുള്ള തൊഴിൽ, അതിനൊക്കെ ഉള്ള പരിമിതി നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അതല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ഗവൺമെൻറ് ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷം രൂപപ്പെടുത്തിയതും ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമുള്ളൊരു നാടായിട്ട് നമ്മുടെ നാട് മാറിയതും സംരംഭങ്ങളുടെ എണ്ണം കൂടിയതും അതുമായി ബന്ധപ്പെട്ട
ചുവപ്പ് നാടകൾ സംരംഭം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ചുവപ്പ് നാടകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല നിലയിലുള്ള തുടർച്ചയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുണ്ടാവണം. പിന്നെ ഈ വ്യവസായമൊക്കെ ഇവിടെ വരണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വലിയ മാറ്റം വരണം. ആ മാറ്റത്തിലുള്ള പരിശ്രമവും നമ്മൾ നടത്തി. പക്ഷേ ഇപ്പം ചില കാര്യങ്ങൾ ചില നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ വന്നു തുടങ്ങി. എന്നുവെച്ചാൽ സിൽവർ ലൈൻ പാത വേണ്ട എന്ന് പ്രഖ്യാപിച്ച് അതുമായി ബന്ധപ്പെട്ട ചില ഉത്തരവുകളൊക്കെ റദ്ദാക്കിയ വാർത്തകളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതിന് പകരം എന്താണ് കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ യുവാക്കൾ അതീവ തൽപരരാണ്. അപ്പോൾ ഇങ്ങനെല്ലാമുള്ള യാത്രാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോൾ മാത്രമേ ഈ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെയാണ് ഞങ്ങളുടെ ആലോചനയും ചിന്തയും പോകുന്നത്. ശരി, എന്തായാലും ഇനിയുള്ള 5 വർഷക്കാലം ഭരണപക്ഷത്തുണ്ടാവുന്ന പോരായ്മകളൊക്കെ അതിശക്തമായി തന്നെ ഉയർത്തിക്കാട്ടാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും. മട്ടന്നൂരിന്റെ സ്വന്തം സനോജാണ് ഇപ്പൊ നമ്മളോടൊപ്പം ചേർന്നത്. അങ്ങനെ ഒരുപാട് യുവ MLA മാരോട് നമ്മൾ ഈ മണിക്കൂറിൽ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ന്യൂസ് ബസ്